പിന്നെ എന്തെങ്കിലും ചേട്ടാ വിശേഷം? ദൈവകൃപ അങ്ങനെ പോണു. എന്തൊക്കെയുണ്ട് അവിടെ? മഴയൊക്കെ ഉണ്ടോ? ഇന്ന് നല്ല മഴയായിരുന്നു. പിന്നെ ഇന്ന് തിരുഹൃദയത്തിൻ്റെ തിരുനാളും കൂടിയാണ്. അപ്പോൾ ഹാപ്പി ഫീസ്റ്റ് ഡേ. ഹാപ്പി ഫീസ്റ്റ് ഡേ. ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാള് നമ്മള് സൺഡേ ആഘോഷിക്കുന്നു. അതിനു മുമ്പ് കഴിഞ്ഞു. അതെ, വെള്ളിയാഴ്ച കഴിഞ്ഞു. എങ്കിലും ശനിയാഴ്ച മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാളും കൂടി ആയിരുന്നു. അതെ, അതൊരു ഓപ്ഷണൽ ഫീസ്റ്റ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ് നമ്മുടെ. അതായത് വേണമെങ്കിൽ മതി എന്നുള്ള അങ്ങനെയുള്ള രീതിയിലേക്ക് ആരും പറയാറ് തന്നെ ഇല്ല. അതെ, അന്ന് അന്ന് വേൾഡ് വാറിൻ്റെ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഫസ്റ്റ് സാറ്റർഡേ ഡിവോഷൻ. ഫസ്റ്റ് സാറ്റർഡേ എന്നുള്ള പറച്ചില് പോലും ഇല്ല. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഫസ്റ്റ് ഫ്രൈഡേ എന്ന് പറയുന്നുണ്ടെങ്കിലും എന്തിനാണ് ഫസ്റ്റ് ഫ്രൈഡേ എന്നുള്ള കാര്യം തന്നെ അതാണ്. ഈശോയുടെ തിരുഹൃദയം എന്ന് പറയും. പിന്നെ അതിന്റെ മെയിൻ കോർ ആയിട്ടുള്ള സബ്ജക്ട് എന്തുകൊണ്ട് ഫസ്റ്റ് ഫ്രൈഡേയില്, എന്തുകൊണ്ട് ഫസ്റ്റ് 9 ഫ്രൈഡേസ് എന്നുള്ളതൊന്നും ഞാൻ ഇതുവരെ പോയിട്ട് കണ്ടിട്ട് വളരെ റെയർ ആയിട്ടേ വൈദികർ പറയുന്നത് കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് ഫ്രൈഡേ ഡിവോഷൻസ് ഒക്കെ ഉണ്ട്, പറഞ്ഞ പരിശുദ്ധ കുർബാനയുണ്ട്, എന്താണ് ആരാധന വെക്കാറുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ഫസ്റ്റ് ഫ്രൈഡേ ആൻഡ് എന്തുകൊണ്ട് ഈശോ ഫസ്റ്റ് ഫ്രൈഡേ ഡിവോഷൻ ചെയ്യാൻ പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് ഒരു 9 ഫസ്റ്റ് ഫ്രൈഡേ എല്ലാവർക്കും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഗുണങ്ങള്, അതൊന്നും അധികം ആരും പറയാറില്ല. അതാണ് ശരിക്കും നമുക്ക് മെയിൻ ആയിട്ടുള്ള ഭാഗം തന്നെ. അതെ, നമ്മളതിനെ പറ്റിയാ സംസാരിക്കാൻ പോണത്. ഇന്ന് നമ്മള് ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് സബ്ജക്ട്, ഡിഫിക്കൽട്ടും ആണ് ഈസിയസ്റ്റും ആണ് നമുക്ക് ഇഷ്ടമുള്ളതുമാണ്. ആ ഒരു സബ്ജക്റ്റാണ് പരിശുദ്ധ കുർബാനയുടെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളതും. പരിശുദ്ധ കുർബാനയുടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള, പരിശുദ്ധ കുർബാന എവിടെ നിന്ന് തുടങ്ങി, അതിന്റെ ചിന്ത എവിടെ നിന്ന് വന്നു, അതെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇതാണ്. അത് കുറെ സമയം എടുക്കുന്ന എനിക്ക് തോന്നുന്നത്. നമുക്ക് കുറച്ചുകൊണ്ടൊന്നും പറഞ്ഞു നിർത്താനൊന്നും പറ്റാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോ അതാണ് പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ് ഇന്ന് കുറച്ച് നമ്മൾ രണ്ടുപേരും കൂടെ കുറച്ച് സംസാരിക്കാമെന്ന് തീരുമാനിച്ച ഈശോയുടെ കൃപയാല് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മാധ്യസ്ഥത്താൽ നന്നായി പറയാൻ കഴിയട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രാർത്ഥന. പരിശുദ്ധ കുർബാനയെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ശരിക്കും തുടങ്ങുന്ന എപ്പോഴും എല്ലാത്തിന്റെയും തുടക്കം പഴയ നിയമത്തിൽ നിന്നാണല്ലോ. അപ്പൊ ഈ പഴയ നിയമത്തില് എവിടെയാണ് ഇത് തുടങ്ങുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ജീവന്റെ വൃക്ഷത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ജീവന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന ഫ്രൂട്ടും ആ പഴത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ ജീവന്റെ വൃക്ഷത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് എന്താണ് ഈ ജീവന്റെ വൃക്ഷം, അതെങ്ങനെയാണ് പറയുന്നത്? ആദം ആൻഡ് ഈവ് അവര് പാപം ചെയ്തു കഴിഞ്ഞപ്പോ അവര് പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അപ്പൊ ഈ ഒരുപാട് ചർച്ച് ഫാദേഴ്സ്, പഴയകാല ചർച്ച് ഫാദേഴ്സ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കുരിശിന്റെ പ്രീഫിഗറേഷൻ ഓഫ് ദ ക്രോസ് ആണ്. അത് പറഞ്ഞാൽ കുരിശിന്റെ മുന്നോടിയാണ് ഈ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതേപോലെ ഫ്രൂട്ട് ഓഫ് ദ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പഴം, ട്രീ ഓഫ് ലൈഫ് എന്ന് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന അതിന്റെ പഴം, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ പഴം, അത് വന്നിട്ട് അതിനെ പറയുന്നത് ഇറ്റ്സ് പ്രീഫിഗറേഷൻ ഓഫ് ദ യൂക്കറിസ്റ്റ്, പരിശുദ്ധ കുർബാനയുടെ മുന്നോടിയാണ് എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. ചർച്ച് ഫാദേഴ്സ് പറയുന്നതാണ്. നമ്മളത് ചേട്ടാ നമ്മുടെ കുരിശിന്റെ വഴിയിലാണോന്ന് അറിയില്ല, പറയാറുണ്ടല്ലോ ഒരു മരം വഴി പാപം വന്നതുപോലെ മറ്റൊരു മരം വഴി, കുരിശു മരം വഴി രക്ഷ ഈ ലോകത്തിലേക്ക് വന്നു. അതുപോലത്തെ ഞാൻ കേട്ടിട്ടുണ്ട് ഹവ്വ ആദിമാതാവ് ആ ഫലം കഴിച്ചത് വഴി ഫലം പറിച്ചു, പാപത്തിൻ്റെ ആ ഫലം.
എന്നാൽ പുതിയ ഹവ്വ പരിശുദ്ധ കന്യകാമറിയം ക്രിസ്തു ആകുന്ന ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ആ ഫലം നമുക്ക് തരികയാണ്. അപ്പം എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് എല്ലാം കറക്റ്റ് തന്നെയാണ്. അതൊരു കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഏർലി ചർച്ച് ഫാദേഴ്സിന്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടീച്ചിങ്സ് എല്ലാം ഭയങ്കര ഡീപ്പാണ്. കാരണം അവർക്ക് ചിലപ്പോ ആ ഒരു അപ്പസ്തോലന്മാരുടെ അപ്പോസ്റ്റൽസിന്റെ ഇതെന്ന് ഒരുപാട് ഇത് ലഭിച്ചത് കൊണ്ട് ഗൈഡൻസും അതേപോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് ആ സമയത്തൊക്കെ ഉണ്ടായത് കൊണ്ടും അവരുടെ ടീച്ചിങ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്മളെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ എങ്കിലും ഈ നമ്മളിത് തിരിച്ചറിയുന്നത് നമ്മുടെ ഈ ഒരു മേഖലയെ തിരിച്ചറിയുന്നത് ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മള് ഒരു കുരിശിന്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു സംഭവമായിട്ടും ഫ്രൂട്ട് ഓഫ് ദ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയുടെ മുന്നോടിയായിട്ട്, അത് പറഞ്ഞാൽ ഈശോയുടെ തിരുശരീരം അത് കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണല്ലോ ചെയ്യുന്നത്, അതിനെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇത് അതേപോലെ വെളിപാടില് 2-ാം അധ്യായം 7 ഇതിനെ കുറിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വെളിപാട് 2:7 ഇങ്ങനെയാണ് പറയുന്നത്. വെളിപാട് 2:7 പറയുന്നു, ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. അതാണ് വെളിപാട് 2:7 പറയുന്നത്. അപ്പോ അങ്ങനെ നമ്മളോട് പറയുമ്പോൾ അതാണ് വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസായ എന്നുള്ള ജീവന്റെ വൃക്ഷന്മാരാണ് യേശുക്രിസ്തു തന്നെയാണ്. അത് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇതേത് ഒരുപാട് അന്നത്തെ കാലത്ത് ഒരുപാട് മറ്റെന്താ പറയാ അന്നത്തെ കാലത്തെ വലിയ എഴുത്തുകാരും ദാർശനികരും ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഹിപ്പോലിറ്റസ് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, സോ ഇൻ പ്ലേസ് ഓഫ് ദ ഓൾഡ് ട്രീ പ്ലാന്റ്സ് എ ന്യൂ വൺ. പഴയ വൃക്ഷത്തിന് ബദലായിട്ട് ഒരു പുതിയ ഒന്ന് സ്ഥാപിക്കപ്പെടുന്നു. പുതിയത് എന്ന് പറയുന്ന ക്രിസ്തുവാണ് സ്ഥാപിക്കുന്നത്. പഴയ അതിന് ബദലായിട്ട് പുതിയത് സ്ഥാപിക്കപ്പെടുന്നു. അപ്പൊ ക്രിസ്തുവാണ് അത് സ്ഥാപിക്കുന്നത്. ഫോർ മീ ദ ക്രോസ് ഈസ് ദ ട്രീ ഓഫ് എറ്റേണൽ സാൽവേഷൻ. ഫ്രം ഇറ്റ് ഐ നോറിഷ് മൈസെൽഫ്, ഫ്രം ഇറ്റ് ഐ ഫീഡ് മൈസെൽഫ്. കുരിശെന്ന് പറഞ്ഞ എനിക്ക് നിത്യരക്ഷയാണ്. അതിൽ നിന്നാണ് ഞാൻ എല്ലാം സ്വീകരിക്കുന്നത്, അതിൽ നിന്നാണ് ഞാൻ എല്ലാം ഭക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വളരെ ആദ്യം തന്നെ ഇതാണ് തുടക്കത്തില് നമുക്കൊരു ഐഡിയ തരുന്നത് പരിശുദ്ധ കുർബാനയെ കുറിച്ചിട്ട്. ഫസ്റ്റ് പാർട്ട് ഇതാണ്. അത് പറഞ്ഞാൽ പാപം ചെയ്തതിന് ശേഷം മനുഷ്യർക്ക് വെളിപ്പെടുത്തി തരുന്ന ക്രിസ്തു ഭൂമിയിലേക്ക് വരാനിരിക്കുന്നു എന്നും ഇങ്ങനെയാണ് അതിന്റെ പരിഹാരം ചെയ്യുക എന്നും പറയുന്നത് ഇങ്ങനെയാണ്.